Magic by Rhonda Byrne. Hi friends, welcome back to another episode of Nanma's World of Books, the Book World. ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് റോണ്ട ബൈർണിയുടെ ദ മാജിക് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകമാണ്. യെസ്, മാജിക്. മാജിക് എന്ന് കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക? മജീഷ്യനെയും ഒക്കെ അല്ലേ? അതേപോലെ വർക്കൗട്ട് ആകുന്ന ശരിക്കും അടിപൊളിയായിട്ടുള്ള ഒരു മാജിക് ആണ് ഈ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, എന്ത് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദാറ്റ് തിങ് ഈസ് ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു എന്ന മാജിക്കൽ വേർഡിന്റെ പവർ ഈ ബുക്കിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് റോണ്ട ബൈർണി ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. റോണ്ട ബൈർണിയുടെ മറ്റ് പുസ്തകങ്ങളാണ് ദ സീക്രട്ട്, പവർ, അതുപോലെ ഹീറോ എന്നിങ്ങനെയുള്ളത്. ഈ ഒരു പുസ്തകത്തെ കുറിച്ച് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇതിലൊരു 28 ദിവസത്തെ ചാലഞ്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ മാജിക്ക് എത്രയും പെട്ടെന്ന് വർക്കൗട്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ 28 ദിവസത്തെ ചാലഞ്ച് എന്ന് പറയുന്നത്. ആ ചാലഞ്ചിൽ അതായത് നമ്മുടെ ഫാമിലി ആകട്ടെ, വെൽത്ത് ആകട്ടെ, ഹെൽത്ത് ആകട്ടെ, ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യാനുള്ള, ഓരോ ഗ്രാറ്റിറ്റ്യൂഡിലൂടെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഓരോ ടാസ്കുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ നമ്മുടെ യൂണിവേഴ്സിനോട് എല്ലാത്തിനും മാക്സിമം എന്തുണ്ടോ അത്രയും താങ്ക്സ്, അതാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത്രയും നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഗ്രേറ്റ്ഫുൾനെസ് നമ്മൾ യൂണിവേഴ്സിന് നൽകുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് തിരിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നത് എന്ന് ഈ ഒരു പുസ്തകം പറയുന്നു. ഈ ഓഥറിന്റെ എക്സ്പീരിയൻസസും ഈ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. വൺ വേർഡ് ചേഞ്ചസ് എവ്രിതിങ് എന്നാണ് ഇതിന്റെ ബാക്കിൽ എഴുതിയിട്ടുള്ളത്. ആൻഡ് ദാറ്റ് വേർഡ് ഈസ് താങ്ക് യു. നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റൊക്കെ ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ താങ്ക് യു എന്ന കാര്യത്തിന് ഇത്രയും പവർ ഉണ്ടായിരുന്നു എന്ന്. സോ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതിലെനിക്ക് ഭയങ്കര എന്താ പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോട്ടുണ്ട്. ആ കോട്ടാണിത്. Whoever has gratitude will be given more, or he or she will have an abundance. Whoever does not have gratitude, even what he or she has will be taken from him or her. എപ്പോഴും നമ്മൾക്ക് കിട്ടിയ കാര്യങ്ങളെ കുറിച്ചോർത്ത് സങ്കടപ്പെടാതെ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എല്ലാത്തിനെയും പറ്റി അയ്യോ എനിക്ക് മാത്രം ഇങ്ങനെയായി പോയല്ലോ എന്ന് പറയരുത് എന്ന് ഈ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. മറിച്ച് നമുക്ക് കിട്ടുന്ന ഓരോ ചെറിയ കാര്യത്തിനും താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്ന് പറയണം. അങ്ങനെ നമ്മുടെ മനസ്സിൽ തൊട്ട് നമ്മുടെ യൂണിവേഴ്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ ഗിഫ്റ്റാണ് ഈ താങ്ക് യു എന്ന വാക്ക്. അതൊക്കെയാണ് ഈ ഒരു പുസ്തകത്തിൽ മെയിനായിട്ട് റോണ്ട ബൈർണി എഴുതിയിട്ടുള്ളത്. സോ എനിവേ, നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ തീർച്ചയായും ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് പ്രയോജനപ്പെടും. എന്തായാലും വായിക്കുക ഈ ഒരു പുസ്തകം. ഐ ഹൈലി റെക്കമെൻഡ് ദിസ് ബുക്ക് ഫോർ ഓൾ ഓഫ് യു. സോ ദാറ്റ്സ് ഇറ്റ്. സ്റ്റേ ട്യൂൺ. ബൈ ബൈ. അടുത്ത ദിവസം